തോരും മുംബൈയിലാണെങ്കിൽ അലീന തൻ്റെ പപ്പയോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം പ്രതികാരം ചോദിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പപ്പയെ എങ്ങനെയെങ്കിലും മദ്യപാനത്തിൽ നിന്നും രക്ഷിച്ചെടുക്കണമെന്ന ആഗ്രഹം അലീനയുടെ മനസ്സിൽ നല്ല രീതിയിലുണ്ട്. ബാലചന്ദ്രൻ വിളിക്കുമ്പോഴും അത് തന്നെയാണല്ലോ പറയുന്നത്. നിൻ്റെ പപ്പയുടെ കാര്യങ്ങൾ നീ തന്നെയാണ് നോക്കേണ്ടത് മോളെ. നിനക്കല്ലാതെ വേറെ ആർക്കും ആ കാര്യത്തിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല എന്നും നീ തന്നെ മുൻകൈയെടുത്ത് എല്ലാം ശരിയാക്കണമെന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, മദ്യപാനം നിർത്താനായിട്ട് പപ്പയോട് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് റീത്താമ്മ വരുന്നതും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. ആ സംഭവത്തിന് ശേഷം സ്റ്റാലിനാണെങ്കിൽ അലീനയോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് മോളെ, തൻ്റെ ജീവിതം ഇങ്ങനെ ഒറ്റപ്പെട്ടതും താൻ മദ്യത്തിലേക്ക് നടന്നതും ഈ സ്ത്രീ കാരണമാണ്. റീത്താമ്മ എന്ന ഈ സ്ത്രീയാണ് തൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത്, തൻ്റെ ജീവിതം നശിപ്പിച്ചത് എന്ന് നമ്മുടെ സ്റ്റാൻലി അലീനയോട് പറയുമ്പോൾ അലീന ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. തൻ്റെ പപ്പയ്ക്ക് ഇത്രയും പ്രയാസങ്ങളുണ്ടാക്കിയ ഈ സ്ത്രീയെ തൻ്റെ പപ്പയുടെ മുൻപിൽ മുട്ടുകുത്തിച്ച് കഴിഞ്ഞാൽ എല്ലാം പഴയതുപോലെ ശരിയാകും. തൻ്റെ പപ്പയെ തനിക്ക് പഴയതുപോലെ കിട്ടും. കൂടാതെ തന്നെ ഒരായുസ് മുഴുവൻ തനിക്ക് കാണാനും പറ്റും. പപ്പ മദ്യപാനം നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ താൻ തന്ത്രപൂർവം ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടേ മതിയാവുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ എന്ത് ചെയ്യാം, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കെ വല്യപ്പച്ചനാണെങ്കിൽ റീത്താമ്മ വന്ന കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ വിളിക്കുകയാണ്. മോളെ, നീ പേടിക്കൊന്നും വേണ്ട. ആ റീത്ത എന്ന് പറഞ്ഞ പുള്ളിക്കാരി പറയുന്നൊന്നും നീ അധികം കേൾക്കുകയൊന്നും വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ എൻ്റെ വല്യപ്പച്ച, എനിക്ക് നല്ല രീതിയിൽ പേടിയും കാര്യങ്ങളൊക്കെ തോന്നി. പക്ഷേ പപ്പ വന്നിട്ട് എന്നോട് പറഞ്ഞു അവരെക്കുറിച്ച് അധികമൊന്നും പറയുന്നതൊന്നും കേൾക്കേണ്ട എന്നും അവർ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്നും പപ്പയുടെ ജീവിതം തകർത്തത് അവരാണെന്നും പറഞ്ഞു എന്ന് പറയുന്നു. ഇതേ സമയം വല്യപ്പച്ചനൊന്ന് ഞെട്ടുന്നുണ്ട്. ചേടാ, അവൻ ഇതെല്ലാം നിന്നോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ വല്യപ്പച്ച, സത്യമായിട്ട് പറഞ്ഞുന്നേ. ഇതേ സമയം അവൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ആരോടൊന്നും പറയാത്തതാണല്ലോ. അപ്പോൾ നിന്നോടെന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പപ്പയുടെ മോളല്ലേ, കൂടാതെ തന്നെ ആ പുള്ളിക്കാരി വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പപ്പ വിചാരിച്ച് കാണണം ആരോടെങ്കിലും പറയണമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞതായിരിക്കാം എന്ന് പറയുന്നു. സത്യം പറയൂ വല്യപ്പച്ച, എന്താണ് പപ്പയുടെ ദാമ്പത്യ ജീവിതത്തിലും പപ്പ ഇങ്ങനെയാവാനുള്ള പ്രധാന കാരണം എന്ന് ചോദിക്കുമ്പോൾ, മോളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരമേയുള്ളൂ. അത് ചിലപ്പോൾ ഞാനായിരിക്കാം, അതുമല്ലെങ്കിൽ ആ റീത്ത എന്ന പിശാച് തന്നെയാണ്. അവൻ്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾക്ക് ഞാൻ തടസ്സം നിന്നിട്ടുണ്ട്. ഞാൻ അവൻ്റെ ജീവിതത്തിൽ കുറേയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ദാമ്പത്യ ജീവിതം തകർത്തത് ഞാനല്ല എന്ന് പറയുന്നു. അത് റീത്ത തന്നെയാണ് എന്ന് പറയുന്നു. ആ റീത്താമ്മ ഒരു വിഷം തുപ്പുന്ന സർപ്പമാണ് എന്ന് നമ്മുടെ ഔതക്കുട്ടി അലീനയോട് പറയുന്നു. കൂടാതെ ആണെങ്കിൽ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുകയെ ഉപരി ചെയ്തത് അവളുടെ സഹോദരിയെ അവളുടെ കൂടെ കൊണ്ടുപോയി നിർത്തുകയും സ്റ്റാലിയുടെ മക്കളെ അങ്ങോട്ട് പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന് പറയുന്നു. സ്റ്റാലിൻ്റെ മക്കളെ വല്ലപ്പോഴുമേ കാണാറുള്ളൂ എന്ന് പറയുന്നു. ഒടുവിൽ എല്ലാം ഇവിടെ നിന്ന് വാങ്ങി സ്റ്റാലി അവിടെ പോയി അവൻ്റേതായ ഒരു സാമ്രാജ്യം പണിത്
കുറേ വർഷങ്ങളായി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു എന്ന് പറയുന്നു. ഈ ഒറ്റപ്പെടലൊക്കെ കാരണമായിരിക്കാം അവൻ കൂടുതൽ മദ്യം കഴിച്ചു തുടങ്ങിയതെന്നും കൂടാതെ തന്നെ റീത്താമ്മയാണ് എല്ലാത്തിനും കാരണമെന്നും വല്യപ്പച്ചൻ പറഞ്ഞ് അലീനയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇതേ സമയം ഈ റീത്താമ്മ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മോളെ. അവളെപ്പോലെ ഒരു വൃത്തികെട്ട സ്ത്രീ ഈ ഭൂമിയിൽ വേറെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ ജീവിതത്തോട് വെറുപ്പും അസൂയയും വിദ്വേഷവും മാത്രമേ ഉള്ളൂ അവരുടെ മനസ്സിലെന്ന് ആര് പറയുന്നു? അവതക്കുട്ടി പറയുന്നു. അവൾ പറയുന്നതൊന്നും കേട്ട് എൻ്റെ മകൾ വെറുതെ വിഷമിക്കാനായിട്ട് നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഈ വല്യപ്പച്ചൻ പറന്നു വന്നേക്കാമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. എനിക്കറിയില്ലേ വല്യപ്പച്ച, എൻ്റെ കൂടെ എന്നും വല്യപ്പച്ചൻ ഉണ്ടാകുമെന്ന്. കൂടാതെ തന്നെ ഞാൻ പോയാലോ എന്ന് ചിന്തിച്ചതായിരുന്നു. വല്യപ്പച്ചൻ്റെ വാക്ക് കേട്ടതും പോകേണ്ട എന്ന് തോന്നി. പപ്പയെ ഒറ്റയ്ക്കിട്ട് പോയി കഴിഞ്ഞാൽ അത് പപ്പയ്ക്ക് വല്ലാത്ത വിഷമാവും. പപ്പയെ ബുദ്ധിമുട്ടിക്കാതെ പോകാനാണ് ഞാൻ ആലോചിച്ചത്. ഇനി പപ്പ എന്തെങ്കിലും ആവട്ടെ, കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുമെങ്കിൽ അനുഭവിക്കട്ടെ, അല്ലാതെ ഇപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ്? പപ്പയല്ലേ എനിക്ക് ജന്മം നൽകിയത്, പപ്പേൻ്റെ പപ്പയല്ലേ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും പപ്പയുടെ ഈ അപമാനത്തിന്, പപ്പയെ ഇങ്ങനെ തകർത്തതിന് ആ റീത്തയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ശരിയാക്കണം മോളെ. റീത്തയെയും എല്ലാവരെയും നിന്നെക്കൊണ്ട് ശരിയാക്കാനായിട്ട് കഴിയും. റീത്ത എന്ന് പറയുന്നവൾ ഏത് നേരവും നിൻ്റെ പപ്പയെ കുറ്റം പറയുകയും പപ്പയെ വില കുറച്ചവനായിട്ട് കാണുകയുമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതിൽ മാറ്റം വരുത്തണമെങ്കിൽ നിന്നെക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. നീ ആ റീത്തയോട് പ്രതികാരം ചോദിക്കണം. അവളുടെ ഉമ്മാക്കി കണ്ട് നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയുന്നു. നിനക്ക് ഫലമായി, നിനക്ക് സപ്പോർട്ടിനായി ഇവിടെ ഒരുപാട് പേരെ മുത്തശ്ശൻ, അതായത് ഈ വല്യപ്പച്ചൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് അലീനയോട് ആര് പറയുന്നു? ഔതക്കുട്ടി പറയുന്നു. തുടർന്ന് നമ്മുടെ സ്റ്റാലിൻ്റെ മുൻപിൽ എങ്ങനെ റീത്തയെ അടിയറവ് പറയിപ്പിക്കാം, സ്റ്റാലിനോട് എങ്ങനെ റീത്തയെ കൊണ്ട് മാപ്പ് പറയിക്കാം എന്ന് ചിന്തിക്കുന്ന അലീനയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ.